ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണോ? ദേ ഇന്ന് അമ്മക്കൂട് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് നല്ല കിടുക്കാച്ചി ചെമ്മീൻ പെരട്ടാണ്. ചെമ്മീൻ കൊച്ചുള്ളി ചേർത്ത് പെരട്ടിയെടുത്തത്. 2 ദിവസം മുമ്പ് ഞാൻ വാങ്ങി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ചെമ്മീനാണ്. ഇന്ന് നമുക്കതിന് മോക്ഷം കൊടുക്കാം. ദേ പൈപ്പ് വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഐസൊക്കെ മെൽട്ടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ അതിൻ്റെ ഐസൊക്കെ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമുക്കതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഇത് ചെമ്മീൻ വൃത്തിയാക്കുന്ന സമയത്ത് പറയാമെന്ന് കരുതി. ചിലവർക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ചെമ്മീൻ, വളരെ വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്. പക്ഷേ ഇത് കഴിക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അതായത് ചൊറിച്ചിൽ, അങ്ങനെ അലർജി, വയറുവേദന, ദേഹം ചൊറിഞ്ഞടിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. മിക്കവരും ഇതിനെ വളരെ കഷ്ടപ്പെട്ട് മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ഇനി ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു അഴുക്കുണ്ടല്ലോ, ഇതേ നോക്കിയേ, ഈ താഴത്ത് ഭാഗം കാണുന്ന ഞരമ്പ് നമ്മളെടുത്ത് വൃത്തിയാക്കി കളയണം. അതുപോലെ തന്നെ ചെമ്മീൻ്റെ മുതുകത്തും ഒരു ഞരമ്പുണ്ട്. ഈ കാണുന്നത് ഞരമ്പും മുതുകത്ത് കാണുന്നത് അഴുക്കുമാണ്. അപ്പോൾ അത് നമ്മളത് എടുത്ത് വൃത്തിയാക്കി കഴുകി കളഞ്ഞതിന് ശേഷം ഒന്ന് പാചകം ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കും. എന്നിട്ടും ചൊറിച്ചിലും അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കണ്ട. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്നെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് പാചകം ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി ഒരെണ്ണത്തിന് എടുത്തിട്ടുണ്ട്. ചെമ്മീനെ നമ്മളിങ്ങനെ മലർത്തി പിടിച്ചിട്ട് ആ കെട്ട് പോലെ ഉള്ള ഭാഗം കണ്ട, അതായത് മേളിൽ നിന്ന് കത്തിയുടെ കൂർത്ത ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഒരുപാട് ശക്തി എടുത്ത് വരേണ്ട, ചെമ്മീൻ രണ്ടായിട്ട് പിളർന്നു പോകും. കണ്ട, വളരെ എളുപ്പം നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ മുതുകു ഭാഗത്തെ ആ അഴുക്കൊക്കെ ഇല്ലേ, അതെടുത്ത് കളയാനായിട്ട് ഇതിങ്ങനെ വരഞ്ഞു വരുന്ന വഴിക്ക് വാലിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് ചെരിച്ച് കൊടുക്കണം. അപ്പോഴുണ്ടല്ലോ ആ അഴുക്ക് അത് പൊട്ടാതെ കിട്ടും. ചെമ്മീൻ്റെ കുടലൊക്കെ ആണെന്ന് തോന്നുന്നു, അഴുക്കാണത് നിറച്ച്. നമ്മൾ താഴത്തെ ഭാഗത്ത് കണ്ടത് ഞരമ്പാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 250 ഗ്രാം ചുവന്നുള്ളി വേണം, കൊച്ചുള്ളി. ചുവന്നുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് മൊത്തം ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി വേണം. ഞാനിവിടെ നല്ലൊരു പഴുത്ത ബൊമ്മൻ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ഇതിങ്ങനെ പതുക്കെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചുവന്നുള്ളി നൈസായിട്ട് നേർമയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ഇതിലേക്ക് നമുക്ക് നാടൻ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 8 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഒരു വിരലിൻ്റെ നീളത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് വേണം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി 1.5 ടേബിൾ സ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും. ഇനി 4 പച്ചമുളക് ഞാൻ ചെരിച്ച് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വേണം. അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞത് ഞാൻ മാറ്റി വെക്കുക, ഇതിലോട്ട് വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി വൃത്തിയാക്കിയ നമ്മുടെ ചെമ്മീനെ കണ്ട, ഇത് ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് ഇതിനെ ഞാൻ 2ആയിട്ട് മുറിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വട്ടം കഷ്ണിച്ചെടുക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുമ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട്. ഇനി നമ്മുടെ സ്വന്തം കറിവേപ്പില ആവശ്യത്തിനിടാം. ഞാൻ ഇച്ചിരി കൂടുതൽ എല്ലാ കറികൾക്കും ഇടും. കറിവേപ്പിലയുടെ സ്വാദും അതിൻ്റെ മണവും ഒരു പ്രത്യേകത തന്നെയാണ്. ഇനി നല്ല കൊഴുകൊഴുത്ത നമ്മുടെ തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി വേണ്ടത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും പെരിഞ്ജീരകവും കുരുമുളക് പൊടിയുമാണ് ഇടുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഇച്ചിരി കൂടെ കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം നമ്മൾ വറുത്ത് പൊടിക്കുന്നതല്ല, പച്ചയ്ക്ക് അതായത് പെരിഞ്ജീരകം ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയി, ഇത്രയൊന്നും ഒഴിക്കേണ്ട, കാരണം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ എണ്ണ കിനിഞ്ഞു വരും. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആ കടുകും ഉലുവയും ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ യഥാക്രമം പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന
വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇതിൽ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ആ ഇഞ്ചിയെ. അതിനുശേഷം ആ ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് മൂത്ത് കരിഞ്ഞ് വരരുത് കേട്ടോ, ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ പച്ചമണം മാറുമ്പോഴാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചമുളകും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ചുവന്നുള്ളി ചേർത്ത് വഴറ്റുമ്പോൾ ഉണ്ടല്ലോ, ചെമ്മീനുണ്ടല്ലോ ഒരു വല്ലാത്ത രുചിയാണ്. ഇനി ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. പക്ഷേ നൈസായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അതായത് നീളത്തിൽ അരിയണ്ട, സവാളയെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ കുരുകുരാന്ന് ആക്കി കൊടുക്കണം. ഇത് ഞാൻ യൂട്യൂബിൽ നമ്മുടെ ഷെഫ് പിള്ള സാറിൻ്റെ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ രുചികരമായ ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലൊന്ന് വഴന്ന് വരട്ടെ. നല്ലതുപോലെ വഴന്ന് വരുമ്പം ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിതങ്ങനെ ഒരു ശീലമായി പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് അരികിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അതിനകത്ത് നിന്ന് ആ എണ്ണയും കൂടെ, ബാക്കിയുള്ള എണ്ണയും കൂടെ ഒലിച്ച് വരും. അപ്പം നമുക്കത് പൊടികൾ വഴറ്റാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് കുരുമുളക് പൊടിയും പെരുംജീരകവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പൊടികളെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെരുംജീരകവും കുരുമുളകും ചേർത്തത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇത് കട്ട് ചെയ്ത വഴിക്ക് മിസ്സായിപ്പോയതാണ്. ഇനി നമുക്ക് നനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ജ്യൂസും ആ ഓയിലും പൊടികളും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി നല്ലതുപോലെ വെന്തുടയണം. നല്ലതുപോലെ ഉടഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഈ ഉള്ളിയിലേക്കൊക്കെ അങ്ങ് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് പിടിച്ചു വരുത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എരി, പുളി, ഉപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. നിങ്ങളുടെ പാകത്തിന് എണ്ണയും നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി ഇത് വഴന്ന് വരാനായിട്ട് ഒന്നും കൂടി തക്കാളി ഉടഞ്ഞു വരാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ചെറിയ തീയിലാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കും. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ ഉണ്ടല്ലോ, തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ അവരങ്ങ് പൊരുത്തപ്പെട്ടു. നോക്ക്, നല്ല ജോയിൻ്റായിട്ട് ഇരിക്കുക. ഇനി ആ നടുഭാഗം ഒന്ന് ഞാൻ മാറ്റിയിട്ട് ഈ ചെമ്മീൻ എല്ലാം ഞാൻ രണ്ടായിട്ട് മുറിച്ച് എടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വലിയ ചെമ്മീൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വെന്ത് വരുമ്പോൾ കിടക്കുന്നത്. അങ്ങനെ ഈ ചെമ്മീനെ ഞാൻ ആ നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെമ്മീൻ ആ തീയിൽ കിടന്ന് ഒന്ന് അതിൻ്റെ ചെമ്മീനകത്തുള്ള ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അതായത് ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ചെമ്മീനുണ്ടല്ലോ ഒരുപാട് നമ്മൾ വേവിക്കരുത് കേട്ടോ. ഒത്തിരി വേവിച്ചാൽ റബ്ബർ പോലെ ആയിപ്പോകും. സത്യമാണ്. ഇപ്പം നമ്മൾ എന്തോരം വില കൊടുത്ത് മേടിക്കുന്ന ചെമ്മീനാണ്. ഈ റബ്ബർ പോലെ ആക്കി കഴിച്ചിട്ട് എന്താ കാര്യം? ചെമ്മീൻ്റെ തനതായ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് നമ്മൾ ചെമ്മീൻ മൊത്തത്തിൽ ആകെ പാനിൽ ഇട്ട് 3 മിനിറ്റിനുള്ളിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം. കാരണം അത്രയ്ക്ക് രുചിയാണ്. അല്ലാതെ റബ്ബർ പോലെ ആക്കി കഴിച്ച് കഴിഞ്ഞുമ്പം ഒരു രുചിയും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് പോലും ഞാൻ വഴറ്റുന്നില്ല. കൂടി വന്നൊരു 1.5 മിനിറ്റ് എല്ലാം കൂടി ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലും അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ വീണ്ടും ഇച്ചിരി കൂടെ കുരുമുളകും പെരുംജീരകവും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീനും കക്കയിറച്ചിക്കൊക്കെ ഉണ്ടല്ലോ, പെരുംജീരകവും കുരുമുളകും ഉണ്ടല്ലോ, ഇച്ചിരി തോനെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ, പൊളി രുചിയായിരിക്കും. ഇനി തേങ്ങാപ്പാലും ചെമ്മീനും കുഞ്ഞുള്ളിയും പച്ചമുളകും ഇവരെല്ലാവരും കൂടെ ഒന്ന് സമരസപ്പെട്ടൊന്ന് വരട്ടെ. നല്ലതുപോലെ ഒന്ന് ഇളക്കി, നല്ല തീ കൂട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തീ കുറച്ചല്ല, നല്ല കൂട്ടി വെക്കണം. കാരണം ചെമ്മീൻ തീ കുറച്ച് വെക്കുമ്പോഴല്ലോ ചെമ്മീൻ വീണ്ടും വേവ് കൂടും. അതുകൊണ്ട് തീ കുറയ്ക്കേണ്ട, നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം നമ്മുടെ ഇവിടെ ചെമ്മീൻ കൊച്ചുള്ളി പെരട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി സാറിൻ്റെ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് പൊളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ കാണിച്ചു തരുക. നോക്ക് എങ്ങനെയുണ്ട്, കിടുക്കാച്ചിയല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കൻ കറിക്കാണെങ്കിലും അതുപോലെ തന്നെ മട്ടൻ കറിക്കാണെങ്കിലും എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ പ്രോൺസിനാണെന്ന് പറഞ്ഞാൽ ശരി, സവാളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും നമ്മൾ വഴറ്റുമ്പോഴുണ്ടല്ലോ ധൃതി പിടിക്കരുത്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ഇഷ്ടത്തോടു കൂടി ഒന്ന് കുക്ക് ചെയ്തേ.
അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും നേരത്തെ ഞാൻ സെറ്റ് ചെയ്തതുപോലെ എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. ഈ സവാളയും കുഞ്ഞുള്ളിയും എല്ലാം വഴറ്റുമ്പോൾ എന്താണെന്നറിയാമോ, നല്ലതുപോലെ തളർന്ന് വാടിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ ഞെറഞ്ഞെറായിരിക്കും, നമ്മുടെ കറികൾക്കൊന്നും യാതൊരു രുചി ഉണ്ടാകത്തില്ല. ഈ സവാളയും കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ വാടി തളർന്നതിന് ശേഷം ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി വരുന്നത് വരയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.